ആരോഗ്യപരമായ വിമർശനം ഉന്നയിക്കുന്നതിലൂടെ പ്രതിപക്ഷം ജനാധിപത്യത്തെ ചലനാത്മകമാക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാത്മകമായ വിമർശനത്തോട് അസഹിഷ്ണുത പുലർത്താതെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിനൊരു പരിധി അനിവാര്യമാണ്. ശബ്ദഘോഷങ്ങളിലൂടെ എതിർപക്ഷത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മാതൃകയല്ല. ഈ മഹനീയ സഭയുടെ അന്തസ്സിനും മഹിമയ്ക്കും കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും നമ്മളുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടാകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ സഭയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 187 പ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒരു സ്വതന്ത്ര സെക്രട്ടേറിയറ്റാണ്. ഇതിന്റെ അവകാശങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായപ്പോഴെല്ലാം സഭ അതിനെ ഏകാഭിപ്രായത്തോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണപരവും സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സഭാ നടപടികൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മാധ്യമ പ്രവർത്തകർക്ക് സഭാ നടപടികൾ ജനങ്ങളിലെത്തിക്കാൻ ആവശ്യമായ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. മുൻ സ്പീക്കർമാർ പിന്തുടർന്നു വന്ന മാതൃകാപരമായ പ്രവർത്തന ശൈലികൾ നമുക്ക് പ്രചോദനമാണ്. അവരുടെ പാത തുടർന്ന് കാലാനുസൃതമായ നവീകരണങ്ങളിലൂടെ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ സഭയിൽ നവാഗതരായ 71 അംഗങ്ങളുണ്ട്. പകുതിയിലധികം അംഗങ്ങൾ നവാഗതരാണ്. ഒരു പുതിയ തലമുറയുടെ രംഗപ്രവേശമാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ കാണുന്നത്. പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളുമായി നിയമസഭയിലേക്ക് കടന്നു വരുന്ന പുതിയ അംഗങ്ങളെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. സത്യം പറഞ്ഞാൽ സത്യസന്ധനും നിഷ്കളങ്കനും വളരെ നിഷ്പക്ഷമതീയമായി പ്രവർത്തിച്ച കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന ബഹുമാന്യനായ RV തോമസ് സാറിന്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഞാൻ ഈ സഭയിൽ വന്നെത്തിയത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ പശ്ചാത്തലമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ യത്നം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം.